എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാൻ പതിവിലും അധികം സുന്ദരിയായിട്ട് സെറ്റും മുണ്ടൊക്കെ കൊടുത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു വഴിപാടുണ്ട്. അത് ചെയ്യാൻ വേണ്ടി കാളികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വഴിപാടെന്ന് പറയുന്നത് കലം വെക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അതപ്പം എല്ലാ വർഷവും നമ്മൾ പറ്റാവുന്ന പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഈ വർഷം പോകണം, അത് പോയി ചെയ്യണം എന്നുള്ള ഒരാഗ്രഹത്തിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കൊല്ലവും എനിക്ക് പൊങ്കാല ഇടാൻ സാധിക്കില്ല എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ പപ്പ മരിച്ചിട്ട് ഒരു കൊല്ലം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഈ വക ചടങ്ങൊന്നും നടത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇട്ടത് ചേച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ആൻറ്റീനെയും അമ്മൂനെയും കൂട്ടിക്കൊണ്ട് നേരെ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ കാളികുളങ്ങര അമ്പലത്തിൻ്റെ വാതിക്കൽ എത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി. കാരണം ആൾക്കാർ വന്നും പോയി ഒക്കെ ഇരിക്കുകയാണ്. അപ്പം ചെറിയൊരു വഴിയും കൂടിയാണ്, കാറ് പോകാനും ഓട്ടോ പോകാനും. പിന്നെ വഴിയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നു, വണ്ടി വെച്ചേക്കുന്നു. പിന്നെ അവിടെ എല്ലാം കടകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ എല്ലാവരെയും അമ്പലത്തിൻ്റെ വാതിക്കൽ ഇറക്കിയിട്ട് ചേട്ടായി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കാണ്. ഞങ്ങൾ സാധനമൊക്കെ കൈ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചേട്ടായി വന്നിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. കാരണം നമ്മൾ ചെന്നിട്ട് വേണം സ്ഥലം കണ്ടുപിടിക്കാൻ, അടുപ്പ് കൂട്ടാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ചേട്ടായിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചേട്ടായി വന്നു. അപ്പോൾ മുന്നോട്ട് നടക്കും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വഴി, അതിൻ്റെ ഇടയ്ക്ക് കടകളിട്ടേക്കുന്ന, ആൾക്കാർക്ക് നടക്കാമെന്നത്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ഒരു തിരക്കായിരുന്നു. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അപ്പോൾ തിരക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊന്ന് അന്താളിച്ച്, ദൈവമേ നല്ല തിരക്കാണല്ലോ എന്ന് ഓർത്തു. അപ്പം എങ്ങനെയെങ്കിലും അടുപ്പ് കിട്ടണം, അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വെച്ച് മാറുമ്പോഴാണ് നമുക്ക് അടുപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 10 മണിയോളം ആയായിരുന്നു കേട്ടോ. ഒരു 8 മണിക്കൊക്കെ വന്നിരുന്നെങ്കിൽ ഒരുപാട് വെയിലൊക്കെ കൊള്ളാതെ ഞങ്ങൾക്ക് പൊങ്കാല ഇട്ടിങ്ങി പോരായിരുന്നു. പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഭർത്താവ് വരണമായിരുന്നു, അതായത് അളിയൻ വരണമായിരുന്നു. അപ്പോൾ ചേട്ടൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കൊച്ചിയിൽ നിന്ന് വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ് 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, അപ്പോൾ ചേട്ടൻ ആ സമയം കൊണ്ട് അമ്പലത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഓർത്ത് ഞങ്ങൾ പൊങ്കാല ഇടാൻ ലേറ്റായിട്ട് നിന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടി വന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പോയി ആൻറ്റി അവരോട് അടുപ്പൊക്കെ ചോദിച്ച് അതിന് ഇളക്കാനുള്ള കോലും ഒക്കെ സംഘടിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവിടെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ പകർത്തി കേട്ടോ. അവരത് ഇളക്കുന്ന കാണാനൊക്കെ രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് ആൻറ്റി അമ്പലത്തിനുള്ളിൽ പോയി നമ്മുടെ അരിയുടെ ഒരു വിഹിതം അവിടെ കൊടുക്കണം. അപ്പോൾ കലത്തിൽ ഇങ്ങനെ അവർ ചന്ദനമൊക്കെ തേച്ച് തരും. അതിനൊരു പ്രത്യേക പേര് പറയും കേട്ടോ, എനിക്കത് പറയാൻ അറിയില്ല. അപ്പോൾ അവിടെ തന്നെ ചൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയാൽ മതി. ഇനി ഇതൊന്നും ഇല്ലാതെ നമ്മൾ പോയാലും എല്ലാം അവിടെ മേടിച്ച് വെക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വഴിപാട് സമർപ്പണമാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നാണ് കേട്ടോ അവിടെ വന്നിടുന്നത്. ഇങ്ങനെ ജനങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ വഴിപാട് കഴിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും ലഭിക്കാനും, പിന്നെ തെണ്ട് തർപ്പണം നടത്തുന്നത് നമുക്ക് ശത്രുദോഷങ്ങൾ മാറാനും മാറാരോഗങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ പൊങ്കാല ഇടുമ്പോൾ നമുക്ക് ദേവീപ്രീതി കിട്ടുകയും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുകയും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആദ്യം തന്നെ ആൻറ്റി വഴിപാട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അളിയൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടാണ് ചേച്ചി പയ്യെ താമസിച്ച് വഴിപാട് ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം അളിയൻ ഇത് കാണണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അളിയൻ വരാൻ വേണ്ടി ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പോയി അരി കഴുകാമെന്നുള്ള രീതിക്ക് ചേച്ചി കലത്തിൽ അരിയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇതുപോലെ തിരക്കാണ് കേട്ടോ. ഓരോരുത്തരും മാറുമ്പോൾ നമുക്ക് സമയം കിട്ടി അതിനകത്തുനിന്ന് അരി കഴുകുന്നത്. അരി കഴുകിയതിന് ശേഷം അവിടുന്ന് തന്നെ നമുക്ക് തീർത്ഥജലം കിട്ടും. ആ ജലത്തിലാണ് നമ്മൾ കൊണ്ടുവന്ന് അരി വേവിക്കാനായിട്ട് വെക്കേണ്ടത്. നല്ല തിരക്കുണ്ട്. നമ്മൾ കഴുകിയെടുക്കാനും ഇത് മാറ്റാനും ഒന്നും ആൾക്കാർക്ക് സമയമില്ല. അന്നേരം തന്നെ അവരെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേച്ചി അതെന്നോട് പറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളമായിട്ട് വന്ന് കൊണ്ട് വെച്ചു. അപ്പോൾ ആൻറ്റി അടുപ്പൊക്കെ കത്തിച്ച് തരികയാണ് കേട്ടോ. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അളിയൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അളിയൻ എത്തി കേട്ടോ. അപ്പോൾ പുള്ളി വന്ന് അത് കാണാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനും അമ്മും പറഞ്ഞ് അളിയൻ അങ്ങോട്ട്
ചെന്ന് ചേച്ചിയുടെ കൂടെ നിന്ന് അതൊന്നിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്ന് അത് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ. അവരുടെ നിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നല്ല പുകയടിക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരവിടെ നിന്ന് അതൊക്കെ ചെയ്തു. കുറേ നേരം ഞാൻ അവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും മാറി. നല്ല പുകയും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് തെണ്ട് വഴിപാട്. ഇത് നമ്മളിങ്ങനെ പാളയിൽ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ കലക്കി അതിനകത്ത് ശർക്കര മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ ചേർത്തതിന് ശേഷം പാളയിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ കുഴിയെടുത്ത് അതിനകത്തിട്ട് മൂടി തീയൊക്കെ കത്തിച്ചതിന് ശേഷം ഒരു രാത്രി കത്തിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് അത് വെന്ത് വരുന്നതൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ അവിടെ അതിങ്ങനെ നടുക്കിങ്ങനെ കുഴിച്ചിട്ടേക്കുന്നത് പോലെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ അറിയാവുന്നവർ, അതായത് അതിനൊരു മരുങ്ങൊക്കെ ഉണ്ട്, അത് ആ രീതിയിൽ തന്നെ ചെയ്താലേ അത് ഒത്തു വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ കലമൊക്കെ വെച്ചതിന് ശേഷം അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിനു മുന്നേ അമ്പലക്കുളത്തിൽ പോയി കാലും കൈയൊക്കെ കഴുകിയതിന് ശേഷം വേണം അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. അതായത് കാളികുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ പേരിന് അർത്ഥമാകുന്ന വിധം കുളത്തിൻകരയിൽ ഭഗവതി സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നത് കൊണ്ടാണ് ഇത് കാളികുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നത്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് തലയും കൈയും ഒക്കെ കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.